ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കൈകളിലും കാലുകളിലും പടയാളികൾ ആണികൾ തറച്ചു. ഇതിനെപ്പറ്റി ബൈബിൾ പണ്ഡിതന്മാർ പറയുക, ഈശോയുടെ കൈകളില് ആണികൾ അടിച്ചത് ഇവിടെയല്ല, ഉള്ളം കൈയിലല്ല, മറിച്ച് കൈയുടെ എല്ലിന്റെ താഴ്ഭാഗത്താണ് ആണികൾ അടിച്ചത് എന്ന് പറയുക. അതിനുള്ള കാരണം ഇതാണ്. ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോ ഈശോയുടെ ബോഡിയുടെ വെയിറ്റ് കാരണം ഒരിക്കലും ഉള്ളം കൈയിൽ ആണിയടിച്ചാൽ അത് ഊരിപ്പോകും. അത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് കൈയുടെ താഴ്ഭാഗത്ത് ആണിയടിച്ചു എന്ന് പറയുക. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്ന രൂപങ്ങളിലും അതുപോലെ തന്നെ ചിത്രങ്ങളിലും ഈശോയുടെ ഉള്ളം കൈയിലെ ആണികൾ കാണുക എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്. പണ്ട് കൈകൾ എന്ന് പറയുക ഈ മുഴുവനായിട്ടാണ് പറയുക, ഒരു കൈയിലും ഫുള്ളായിട്ടാണ് പറയുക. ഇപ്പോ ഉള്ളം കൈ അങ്ങനെ സെപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. കൈ എന്ന് പറയുന്നത് മുഴുവനായിട്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 25-ാമത്തെ തിരുവചനത്തില് തോമാസിന് പറയുന്നുണ്ട്, അവന്റെ കൈകൾ ഞാൻ കാണുകയും എന്ന് പറയുക. അതായത് ഉള്ളം കൈ കാണുന്നവനല്ല, മറിച്ച് കൈകൾ ഞാൻ കാണുകയും എന്നാണ് പറയുക. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് ബോഡിയുടെ വെയിറ്റ് താങ്ങുവാനായിട്ടാണ് ഈ എല്ലിന്റെ താഴ്ഭാഗത്ത് ആണിയടിച്ചത് എന്നാണ് പറയുക. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.